തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് ലോക്സഭ രാജ്യസഭാ അധ്യക്ഷന്മാർ തള്ളി. നോട്ടീസ് തള്ളിയതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. 193 പ്രതിപക്ഷ എംപിമാരായിരുന്നു നോട്ടീസിൽ ഒപ്പുവെച്ചിരുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ ചെയ്യുന്നു. അരവിന്ദ്, പക്ഷപാതപരമായ പെരുമാറ്റം അടക്കം ചൂണ്ടിക്കാട്ടി SIR അടക്കം ഉയർത്തിയായിരുന്നു ഇത്തരത്തിൽ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസിന് നടപടി തുടങ്ങിയത്. ഇംപീച്ച്മെന്റ് നോട്ടീസ് ഈ പറഞ്ഞ വോട്ടെടുപ്പിന് പോലും പരിഗണിക്കാതെ നേരത്തെ തള്ളിയതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതാണ്ട് 193 എംപിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു ഇംപീച്ച്മെന്റ് നോട്ടീസിന്. സുഹൈൽ ദസ്ന നോട്ടീസ് തള്ളിയതിന്റെ കാരണം ഇപ്പോൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പാർലമെന്റ് ഇരു സഭകളിലും ആ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് നോട്ടീസ് അവതരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക്സഭയിൽ 130 എംപിമാരും രാജ്യസഭയിൽ 63 എംപിമാരും ഒപ്പിട്ട നോട്ടീസായിരുന്നു കൈമാറിയിരുന്നത്. ഈ നോട്ടീസാണ് ഇപ്പോൾ രണ്ട് സഭകളും പാർലമെന്റ് ഇരു സഭകളും തള്ളിയിരിക്കുന്നത്. രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമാണ് ഈ നോട്ടീസ് തള്ളിയിരിക്കുക. അതേസമയം എന്തുകൊണ്ടാണ് ഈ നോട്ടീസ് തള്ളിയെന്ന കാര്യം ലോക്സഭാ സെക്രട്ടേറിയറ്റോ അതുപോലെ തന്നെ രാജ്യസഭാ സെക്രട്ടേറിയറ്റോ വ്യക്തമാക്കിയിട്ടില്ല. ലഭിച്ച നോട്ടീസും അതിലെ വിഷയങ്ങളും വിശദമായി പരിശോധിച്ച ശേഷം നോട്ടീസ് തള്ളുകയാണെന്ന് മാത്രമാണ് ഇപ്പോൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും 7 ആരോപണങ്ങളായിരുന്നു ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. പദവിയിലിരുന്ന് വിവേചനപരമായ സമീപനം, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളിൽ മനഃപൂർവ്വം അന്വേഷണം നടത്താതിരിക്കൽ, ഇതുകൂടാതെ തന്നെ BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും നമുക്കറിയാം ഈ ഏപ്രിൽ 16 വീണ്ടും പാർലമെന്റ് സമ്മേളിക്കാൻ പോവുകയാണ്. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനമാണ് ചേരാൻ പോകുന്നത്. എന്തായാലും ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയതിനെതിരെ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൃത്യമായി ഈ സഭയിലേക്ക് ഒരു ചർച്ചയ്ക്ക് പോലും എടുക്കാതെ ഈ നോട്ടീസ് നൽകിയത് കൃത്യമായി ഭരണഘടനാ വിരുദ്ധം അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. എന്തായാലും 2 നോട്ടീസുകളും ഇപ്പോൾ രാജ്യസഭയും അതുപോലെ തന്നെ ലോക്സഭയും തള്ളിയിരിക്കുകയാണ്. ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് സഭയിൽ അവതരിപ്പിക്കില്ല. സുഹൈൽ ദസ്ന. ശരി, 7 കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ജ്ഞാനേഷ് കുമാറിനുള്ള ഇംപീച്ച്മെന്റ് നോട്ടീസ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം നൽകിയത്. മമതാ ബാനർജിയാണ് ഇതിന്റെ ഒരു തുടക്കം കുറിച്ചത്. പക്ഷേ കാരണങ്ങളൊന്നും പറയാതെ ഇപ്പോൾ ഇംപീച്ച്മെന്റ് നോട്ടീസ് തള്ളിയിരിക്കുന്നു. വോട്ടിന് പോലും ഇട്ടിട്ടില്ല എന്നാണ് ഏറ്റവും വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.